ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്നത്തെ വീഡിയോ കോയ ട്യൂബ് ഉണ്ടാക്കുന്നതിനെ പറ്റിയാണ് കേട്ടോ. ഇപ്പം ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ കോയ ട്യൂബാണ് കേട്ടോ. ഇതുപോലെ ഈ വലിയ ലെങ്ത്തിലുള്ള 3 ഉണ്ടാക്കി, പിന്നെ ആ ചെറിയ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനത്തെ പൈപ്പ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ 3 പൈപ്പുകൾ ഞങ്ങൾ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ജോയിൻ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കയറ് ചുറ്റിക്കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇതിപ്പോൾ ചെറിയ ലെങ്ത്തിലുള്ള ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ചെറിയ ലെങ്ത്തിലുള്ളത് നമുക്ക് നഴ്സറികളിലൊക്കെ അവൈലബിൾ ആണ്. അത് ഏകദേശം ഒരു 120 രൂപ മുതൽ സ്റ്റാർട്ടിങ് റേറ്റാണ് കാണുന്നത് കേട്ടോ. പല റേറ്റിലുണ്ട്. കുറഞ്ഞത് ഏകദേശം 120 രൂപയെന്നാണ് തോന്നണേ. അപ്പോൾ ഇത് നമുക്ക് വളരെ ചീപ്പ് റേറ്റ് നമുക്ക് നമ്മുടെ വീട്ടിൽ നമ്മുടെ ഇഷ്ടാനുസരണം നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഉണ്ടാക്കിയത് നിങ്ങളിന്ന് കാണിച്ചു തരാണ് കേട്ടോ. ഈ വലിയ സൈസിലുള്ള 3 ഉണ്ടാക്കി, ചെറിയ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടാ. ഈ പൈപ്പിന് ഏകദേശം ലെങ്ത്തിന് 20 റുപ്പീസുമാണ്. പിന്നെ അതുപോലെ കയറിന് ഒരു മുടി കയറിന് 12 രൂപയാണ് ഉണ്ടായത്. അപ്പം ഞങ്ങൾക്ക് ഈ 3 പൈപ്പ് ഈ 4 ഉണ്ടാക്കാൻ 5 മുടി കയറാണ് വേണ്ടി വന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു ചാക്ക് നമ്മളൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആദ്യം മുകളിൽ ഇങ്ങനെ കെട്ടിക്കൊടുക്കണം, നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇത് സെല്ലോ ടേപ്പ് വെച്ചിട്ട് ഞങ്ങൾ ഇതുപോലെ തന്നെ ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് കയറിൻ്റെ ഒരു തുമ്പും ഇതുപോലെ ഈ സെല്ലോ ടേപ്പിൽ നമ്മൾ കെട്ടിക്കൊടുത്തിട്ട് അതിങ്ങനെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പം നമ്മുടെ മുകൾ ഭാഗം അതുപോലെ നല്ല ഭംഗിയായിട്ട് ഇരിക്കാനുണ്ട്. മുകളിൽ ഇങ്ങനെ കയറ് ഈ ചാക്കിൻ്റെ കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കുമല്ലോ. ഇനിയിപ്പോൾ ഇതുപോലെ അങ്ങോട്ട് കയറ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സെല്ലോ ടേപ്പ് വെച്ചിട്ട് ചുറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മളിങ്ങനെ ചെയ്തു കൊടുത്താൽ നമുക്ക് ഇങ്ങനെ പതിയെ ശ്രദ്ധയോടെ ചെയ്തു കൊടുക്കണ്ട. ചുറ്റും തോറും സ്പീഡ് കൂടുമ്പോൾ ചിലപ്പോൾ കയറിങ്ങനെ മുകളിലോട്ട് കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പം അതൊന്ന് ഇറക്കി കൊടുത്ത് അങ്ങനെ ചുറ്റി കൊടുക്കണം വേണ്ടത് കേട്ടോ. നമുക്ക് ഇതിപ്പം ഈ പൈപ്പുകൾ നമ്മുടെ വീടിൻ്റെ കൺസ്ട്രക്ഷൻ നടന്ന ടൈമിൽ തറയുടെ പണി നടന്നപ്പോൾ തറക്ക് എപ്പോഴും നനവ് കിട്ടണമല്ലോ. നല്ല വെയിലുള്ള ടൈമിലാണ്, നല്ല ചൂട് സമയത്താണ് തറയുടെ പണിയൊക്കെ നടന്നത്. അപ്പോൾ എപ്പോഴും നനവ് കിട്ടാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് എന്ത് ചെയ്ത് ഈ നമ്മൾ ചാക്ക് നനച്ചിട്ടാലും കുറച്ച് നേരം കഴിയുമ്പോൾ ചൂടിൻ്റെ ഇതിൽ പെട്ടെന്ന് ഉണങ്ങിപ്പോവും. അപ്പോൾ ഇതുപോലത്തെ പൈപ്പുകൾ വാങ്ങിച്ചിട്ട് അതിൽ ചെറിയ ഹോളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ വെള്ളം ഇങ്ങനെ ഡ്രോപ്പായിട്ട് വീഴുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ചെടികൾക്കൊക്കെ നനക്കാനൊക്കെ ചെയ്യില്ലായിരുന്നു, ഇങ്ങനെ പൈപ്പ് സെറ്റ് ചെയ്തിട്ട് അതേ മെത്തേഡ് തറ നനക്കാനും യൂസ് ചെയ്തിട്ടാണ്. അങ്ങനെ പുള്ളിയുടെ ഐഡിയ അനുസരിച്ച് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പൈപ്പുകൾ കുറച്ചുകൂടി ഇരിപ്പുണ്ടാകുന്നു. അപ്പോൾ ആ പൈപ്പുകൾ ഞങ്ങളിങ്ങനെ റീയൂസ് ചെയ്യണത് കേട്ടോ. ഇതുപോലെ നമ്മൾ കയറി ചുറ്റി കൊടുക്കുമ്പോൾ മുകളിൽ കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മളൊന്ന് ലെവലാക്കി കൊടുക്കണം. അതുപോലെ ലൂസാക്കി വന്നാണ്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് അങ്ങനെ കയറ്റി നല്ല ഭംഗിയിൽ എടുക്കണം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. ഒരു ബ്രോക്കൺ ഹാർട്ട് ഉണ്ട്, പിന്നെ ഒരു എൻജോയ് പാത്തോസ് ഉണ്ട്, ഒരു ഗോൾഡൻ പാത്തോസ് ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നേരത്തെ നട്ട മാൻഡിവില്ലയാണ് കേട്ടോ. ഈ പ്ലാന്റ്സ് ഒക്കെ നമുക്ക് ഇൻഡോർ വെക്കാൻ നല്ല ഭംഗിയാണല്ലോ. അത് ഈ ബ്രോക്കൺ ഹാർട്ടും എൻജോയ് പാത്തോസും ഗോൾഡൻ പാത്തോസൊക്കെ. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോയ ട്യൂബിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇൻഡോർ വെക്കാനാണ്. അപ്പോൾ നമ്മൾ വെക്കുമ്പോൾ നല്ല പോട്ടിലോട്ട് ഇറക്കി വെക്കണം ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മഴയൊക്കെ കൊള്ളുമ്പോൾ നമ്മുടെ കൊയറിൻ്റെ ഒക്കെ ഭംഗി പോകാൻ ചാൻസ് ഉണ്ട്, പൂപ്പലൊക്കെ പിടിക്കുമല്ലോ. പിന്നെ നമ്മൾ ഓർക്കിഡൊക്കെ നട്ടു കൊടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ വെക്കുന്നത് നല്ലതാണ് കേട്ടോ. കോയ ട്യൂബുമ്പോൾ ഓർക്കിഡൊക്കെ ഇതുപോലെ നമുക്ക് നട്ടു കൊടുക്കാൻ നല്ലതായിരിക്കും. അത് പെട്ടെന്ന് പിടിച്ച് വളർന്നോളും, അതിൻ്റെ ഗ്രോത്തിനും ഹെൽപ്ഫുള്ളായിരിക്കും കേട്ടോ. അതല്ലാതെ നമുക്കിങ്ങനെയൊക്കെ ഇൻഡോറൊക്കെ വെക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കൊയറിൻ്റെ പൂപ്പലൊക്കെ പിടിച്ചതിൻ്റെ ഭംഗി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ മാൻഡിവില്ലയുടെ സ്റ്റാൻഡാണ് കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വിട്ടിട്ടുണ്ടെന്നില്ലേ, അതാണ്. ഇതിപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നന്നായി ഭംഗിയായിട്ട് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ബ്രോക്കൺ ഹാർട്ടും ഈ ഗോൾഡൻ പാത്തോസും എൻജോയ് പാത്തോസും ഈ ചെടിയുടെ പേര് എനിക്ക് അറിഞ്ഞുണ്ട് കേട്ടോ. ഇത് നല്ല ഭംഗിയുള്ള ചെടി തന്നെയാണ്. ഇതിൻ്റെ ഒരു പിങ്കും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ, ഒരു ലൈറ്റ് പിങ്ക് കളറിൽ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കണം, കൂട്ടുകാരൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീണ്ടും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.